നമ്മുടെ പഞ്ചായത്തിൽ ചെറിയമായിട്ട് നമുക്കൊരു ചെറിയ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണെന്ന് നമുക്കെല്ലാവരും കൂടെ തോന്നി. അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് നമ്മളുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മളൊന്ന് സന്തോഷം പങ്കുവയ്ക്കണം എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. സാറിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം റിട്ടേണിംഗ് ഓഫീസർ ആകുന്നതിന് മുമ്പ് തന്നെ ആളുകളായി പരിചയമുള്ള ഒരാളായിരുന്നു ഞാൻ സാറിനെ പറ്റി ഒരു ദിവസം പറഞ്ഞാൽ തന്നെ തീരാൻ പറ്റാത്തതുപോലുള്ള കാര്യങ്ങളാണ്. സാധാരണ എല്ലാവരും റിട്ടയറായി പോകുന്നതന്നെ വളരെയധികം കർക്കശക്കാരനാണെങ്കിൽ പോലും റിട്ടയർ ആകുന്ന സമയത്ത് വളരെ നല്ല രീതിയിലാണ് ആ ഓഫീസർമാരെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. വളരെ നമ്മുടെ ഇവിടെ ഉള്ള മറ്റ് മെമ്പർമാർക്കെല്ലാം അറിയാം. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഇടപെടുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ആളുകളിൽ വളരെ ദൃഢമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കാൻ കഴിയും. എനിക്ക് സാറിനോട് പറയാനുള്ളത് ജോലി ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരാളാണെന്ന് പറയും. സാറിന് തുറന്നുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ സാറിന് കഴിയട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു. ഒപ്പം സാറിൻ്റെ ഇനിയുള്ള ജീവിത സമയങ്ങൾ ഏറ്റവും മനോഹരവും സന്തോഷപ്രദവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് വിവേകാനന്ദ സമീപിക്കുന്നതിൽ നമ്മുടെ അതുവഴി സാറിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു അവസാനമല്ല. സാറിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ രൂപത്തിൽ പല നിയമങ്ങളുടെയും ശിക്ഷകളുടെയും ചട്ടക്കൂടുകളിലും മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സാറിപ്പോൾ ഫ്രീ ആവുകയാണ്. സാറിന് കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അതിനുള്ള ഒരു നല്ലൊരു തുടക്കമാവട്ടെ എടുക്കണമെങ്കിൽ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ പേരിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരിലും പഞ്ചായത്തിലെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരുടെ പേരിലും സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ നന്നായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് ആ ഒരു വളരെ പോസിറ്റീവായ സമീപനം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരാൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായതായിട്ട് എനിക്ക് ഇപ്പം ഇവിടെ റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല, മോശമായ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി എടുത്തു പറയാൻ പറ്റും അദ്ദേഹത്തെ പോലത്തെ ഒരു ആള് ഞങ്ങളെ പോലെ ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായും മാതൃകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാമത്തെ ജീവിതം വളരെ മനോഹരമാണ്. അതായത് ധാരാളം നല്ല നല്ല അനുഭവങ്ങൾ ഇനി ഉണ്ടാവണം. അദ്ദേഹം ഇടയ്ക്ക് പാണക്കാട്ട് വരണം. കാരണം അദ്ദേഹത്തിന് ആരാധകരായ ജനലക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നല്ല ആശംസകൾ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളിൽ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ശ്രീ ബാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിനും എന്നെ കുറിച്ച് പറയാൻ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. കാരണം അദ്ദേഹം നോമിനേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിനെക്കാട്ടുള്ള ബന്ധുക്കൾ തന്നെയാണ് മത്സരിച്ചത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ട് അഡ്രസ്സിൽ ഓരോരുത്തരുടെ വീട്ടുപേര് പോലും എനിക്കറിയാം. അപ്പം പുള്ളിയും നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളിൽപ്പെട്ട കാര്യം ഏറ്റവും മുതിർന്ന മെമ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉൾപ്പെട്ട് തന്നെ ഈ സ്വീകരണം എനിക്ക് ഇതിനകത്ത് ഹാജരാകാൻ സാധിക്കാത്തവരും ഇത് നല്ല രീതിയിലുള്ള ആ തെരഞ്ഞെടുപ്പ് ആ കാലഘട്ടം വളരെ കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതും വളരെ ഒരു അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഭരണസമിതിക്ക് തന്നെയല്ല ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ സൗകര്യത്തെ പറ്റി എന്തിനായിട്ട് വരുന്നതെന്നുള്ളതാണ് തന്നെ എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ കൊല്ലം വേണ്ടി അവിടെ ഇരുപത്തില്ല സിനിമയിൽ തന്നെ അവിടെ വേണ്ടി ഞാൻ നോക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും വിജയകുമാർ സാറിന്റെ ആ സേവന വേതനങ്ങൾ അത് എല്ലാവരും മാതൃകയാക്കണം. ഇത്രയും നാള് ഇതിനു മുമ്പേ വിശാൽ സാറിനും ഷാജാൻ സാറുമായിട്ട് ഒരിക്കലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ആ ഔദ്യോഗിക ജീവിതത്തിൽ ചെങ്ങന്നൂരിൽ ഒരു റേഷൻ കടക്കാർ പോലും ഒരു പരാതി പറയാതെ
വളരെ നല്ല രീതിയിൽ ആ ഔദ്യോഗിക കൃത്രിമം നിർവഹിച്ച ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ശ്രീ വിജയകുമാർ സാർ. അദ്ദേഹത്തിന് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഈ രാഷ്ട്രീയമായി മുന്നോട്ട് വരണമെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും വല്ല സാമുദായികപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കണം, നാടിന് നന്മ വരുത്തണം. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നിന്ന് വിരമിക്കുന്ന വിജയകുമാർ സാറിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ATSO ശ്രീമതി ഫ്രാൻസിസ് അവർ, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ചെയർമാൻ ശ്രീ ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പാങ്ങനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി ഐലാരത്തിൽ, ഇവിടെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി 29 വർഷക്കാലം സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് പിരിയുന്ന റേഷൻ വ്യാപാരികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ശ്രീ വിജയകുമാർ സാർ, നമ്മുടെ മുൻ TSO ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറായി ചെയ്ത ഷാജഹാൻ സാർ അവർ ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തിച്ച നമ്മുടെ അതിന്റെ മുമ്പിലത്തെ TSO ശ്രീ വിശ്വനാഥൻ, സോറി ഏതാ രണ്ടു നമ്മുടെ വിശ്വനാഥൻ സാറ്, അദ്ദേഹം ഞാൻ ഈ അടുത്ത കാലത്ത് അറിയാം നമ്മുടെ സിനിമ ബാലേന്ദ്രൻ, പിന്നെ നമ്മുടെ സപ്ലൈകോയുടെ മാനേജർ ശ്രീ അനിൽകുമാർ, നമ്മുടെ സജിച്ചേട്ടന് സർവീസ് ദിലീപ്, ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ ഹോൾസെയിൽ മറ്റേ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഈ റേഷൻ ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ആരംഭിക്കുന്ന യാത്രയെ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കണം. അത് വളരെ ഇരട്ടിപ്പായിപ്പോകും. അതൊരു വലിയൊരു ആശംസ പറയുന്നൊരു അർത്ഥമില്ല. ഇവിടെ ശിവൻകുട്ടി പറയുന്നത് ഒരു റിട്ടയർ ആകാനുള്ള പ്രായമായി. ഞാനിപ്പോൾ 3 പേരിലിരിക്കുന്നു. 3 പേർക്ക് റിട്ടയർ ആകാൻ ആരും പറയത്തില്ല. യുവതലേജ് ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആർക്കും ഒരു രോമം പോലും നരച്ചില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം റിട്ടയർ ആയ ആളാണെന്നൊന്നും ആരും പറയത്തില്ല. എന്നെയൊക്കെ കണ്ടാൽ നരച്ച് ആധിക്യമായിരിക്കുക. അപ്പൊ തീർച്ചയായും ഇനിയുള്ള അതാണ് ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണം എന്ന് പണ്ട് പോലെ അഭിപ്രായമുള്ള ഒരാളാണ്. എനിക്ക് 56 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിക്കുന്നത് 54 വയസ്സ്. എത്ര 35 വയസ്സിലാണ് BSc 10-15 വർഷം കഴിയുന്നതാണ്. തീർച്ചയായും 58 വയസ്സ് മിനിമം ഈ സർക്കാരിന്റെ പ്രായം ഉയർത്തുന്നത് നല്ല കാര്യമാണ് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് 56 ആക്കി പറഞ്ഞാക്കിയാൽ അപ്പൊ അങ്ങനെ ചെറുപ്പക്കാരായ കൊള്ളാവുന്ന നല്ല കാര്യങ്ങളുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ആളുകളൊക്കെ റിട്ടയറായി വലിയ ആളുകൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് സമയം. എന്തായാലും ഈ 29 വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയാം അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിലൂടെ പറയുന്നുണ്ടായി അന്നത്തെ നീക്കിയിൽ. അപ്പോൾ വളരെ യാദൃശ്യമായി തന്നെ ഈ മേഖലയിൽ കടന്നു വരികയും നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജനങ്ങളുടെ പിന്തുണ ആർജിക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ വിജയകുമാർ.
ഒരു 3 പേര് ചില സപ്ലൈ ഓഫീസർമാരെ കുറിച്ച് ചുമ്മാ ദ്രോഹിക്കുക, ഒരു കാര്യമില്ലാതെ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നത് കാണിക്കാൻ വേണ്ടി റേഷൻ വ്യാപാരികളെ നിരന്തരമായി അതേ പ്രവർത്തനം തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പോഴും വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഇനിയും പൊതുരംഗത്ത് അദ്ദേഹം ഉണ്ടാകും. ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്തായാലും ഇനിയുള്ള ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ മേരി ഫ്രാൻസിസ്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി റിട്ടയർ ചെയ്യുന്ന ശ്രീ വിജയകുമാർ നായർ, ഇവിടെ സദസ്സിൽ വേദിയിലും എത്തിയിട്ടുള്ള പാണ്ടനാട് പഞ്ചായത്ത് അധ്യക്ഷൻ, പാണ്ടനാട് പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷൻ, റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ ഷാജഹാൻ, സപ്ലൈകോ നാഷണൽ മാനേജർ അനിൽകുമാർ, സർവേ അഡീഷണൽ ഡയറക്ടർ, മറ്റ് ഇവിടെ വേദിയിൽ എത്തിയിട്ടുള്ള റേഷൻ വ്യാപാരി പ്രതിനിധികൾ, ഹോൾസെയിൽ മൊത്ത വ്യാപാര പ്രതിനിധികൾ, അതുപോലെ മണ്ണെണ്ണ വ്യാപാരി പ്രതിനിധികൾ, സ്നേഹം നിറഞ്ഞ മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, സർവീസിൽ 56 വയസ്സ്, ഇപ്പോഴും 56, നേരത്തെ 55ആയിരുന്നു. റിട്ടയർമെൻറ്റ് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഇന്നിവിടെ വിജയകുമാറും റിട്ടയർ ചെയ്യുകയാണ്. കഴിഞ്ഞ 1 വർഷം മുമ്പ് അവർക്കെല്ലാം അടുപ്പം പറ്റിപ്പിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീ വിജയകുമാർ, പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനും ഈ 10 മാസക്കാലം വിജയകുമാറിൻ്റെ മുൻഗാമിയായി ഇവിടെ സപ്ലൈ ഓഫീസറായി പ്രവർത്തിച്ച, എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ശ്രീ അഡ്വക്കേറ്റ് വിജയകുമാർ സാർ, അസിസ്റ്റന്റ് സർവേ ഡയറക്ടർ, ചെങ്ങന്നൂർ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ, മുൻ ജില്ലാ സപ്ലൈ ഓഫീസർ, റിട്ടയർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ ശ്രീ വിശ്വനാഥൻ, ചില്ലറ വ്യാപാരി സംഘടനയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരായ എൻ്റെ ഏറ്റവും പ്രിയങ്കരൻ ആയിരുന്നിട്ടുള്ള ശ്രീ ശശിധരൻ ചേട്ടൻ, അതുപോലെ ബാബു, പാണ്ടനാട് വർഗീസ് ചേട്ടൻ, മധു, രാധാകൃഷ്ണപിള്ള, ഹോൾസെയിലിൻ്റെ അരി മൊത്ത വ്യാപാരി സുഹൃത്തുക്കൾ, അതുപോലെ മണ്ണെണ്ണ മൊത്ത വ്യാപാരി സുഹൃത്തുക്കൾ, അതുപോലെ സീഡിറ്റിന്റെ ഉദ്യോഗസ്ഥർ, എൻ്റെ കൂടെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെല്ലാം എനിക്ക് പരിചിത മുഖങ്ങളാണ്. മുഴുവൻ ആൾക്കാർ അപൂർവം ചിലർ ഒഴിച്ച് ബാക്കി എല്ലാവരും. ഇപ്പോൾ നമ്മുടെ ചെയർമാൻ ശ്രീ ഉദ്ഘാടനം ചെയ്യാമെന്ന്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ശ്രീ ജോൺ മുളങ്കാട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തോ അസൗകര്യം കൊണ്ടാണ് അദ്ദേഹം താമസിച്ചത്. അങ്ങനെ ഈ വ്യാപാരി സുഹൃത്തുക്കള്, മറ്റ് ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾ, കൂടാതെ വ്യാപാരി സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ജോലി മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ ജീവനക്കാർ, റേഷൻ വ്യാപാരി സുഹൃത്തുക്കൾ, കൂടാതെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാ ആൾക്കാരും ഈ അവസരത്തിൽ 56-ാം വയസ്സിൽ അടുപ്പം പറ്റി പിരിയുന്ന ഞാൻ 1 വർഷം മുമ്പ് ഇതേ ദിവസം ഈ ഇതുപോലൊരു വേദിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് വിട പറഞ്ഞ് വീട്ടിൽ പോയ ആളാണ്. അതേ അനുഭവം എൻ്റെ പിൻഗാമിയായ ശ്രീ വിജയകുമാറിന് ഇന്ന് വന്നു. ഇത് കാലത്തിന്റെ ഒരു നിയോഗമാണ്. 56 വയസ്സ് കഴിയുമ്പോൾ സർക്കാർ ചെവിക്ക് പിടിച്ച് പുറത്തു കളയും. അടുപ്പം പറ്റി പിരിയണം, പിന്നെ കസേരയിൽ ഇരിക്കാനൊക്കത്തില്ല. അപ്പോൾ ആ ഒരു നിയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു
അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയോഗം അത് തന്നെ വന്ന് എൻ്റെ പിൻഗാമിക്ക് വന്നു ചേർന്നു. ഈ അവസരത്തെ എനിക്ക് നല്ലൊരു പിൻഗാമിയാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹം ഞാൻ ഏതാണ്ട് പിന്തുടർന്ന പാതയിലൂടെ പോയി എന്നാണ് എനിക്കിവിടെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു വർഷക്കാലം മുൻ ചെയർപേഴ്സൺ ഇപ്പോൾ കൗൺസിൽ ശ്രീമതി ശോഭ വർഗീസ്, എത്രയും ബഹുമാന്യനായ അഡ്വക്കേറ്റ് ടി വിജയകുമാർ അവർ, ബഹുമാന്യനായ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ മോഹൻ അവർ, ബഹുമാന്യനായ പാണ്ടനാട് പഞ്ചായത്ത് ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഞാൻ ആദ്യം മോഹൻ്റെ പേര് പറഞ്ഞെങ്കിലും മോഹനുമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് ആദ്യം ആ പേര് പറഞ്ഞു. അതിനുമപ്പുറമായി ഇന്നലെയും ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തതാണ്. ഇപ്പോഴത്തെ ബഹുമാന്യനായ പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ശിവൻ കുട്ടി അവർ, ഇവിടെ നിന്നും വിരമിക്കുന്ന ബഹുമാന്യനായ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീ MR വിജയകുമാർ അവർ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയണ്ടല്ലോ. ഇവിടെ കൂടിയിരിക്കുന്ന സപ്ലൈ ഓഫീസിലെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥരെ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന റേഷൻ കട വ്യാപാരികളെ, ഇതിലൊന്നും പെടാതെ ചെങ്ങന്നൂരിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന എത്രയും ബഹുമാന്യരായ സാമൂഹിക പ്രവർത്തകർ, ഇന്നത്തെ യോഗത്തിൽ അന്ന് എന്നോട് ക്ഷണിച്ചതാണെങ്കിൽ പോലും കൃത്യസമയത്ത് എത്തുവാൻ സാധിച്ചില്ല. കാരണം ഇതൊരു നഗരസഭാ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. അതിനകത്ത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള അജണ്ട ഉണ്ടായിരുന്നത് കൊണ്ട് കൗൺസിൽ യോഗം ഒരൽപ്പം ഉദ്ദേശിച്ച് നീണ്ടുപോയിട്ടുണ്ട്. കൗൺസിൽ യോഗം ഇടയ്ക്ക് വെച്ച് നിർത്തി ഇറങ്ങി വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അപ്പോൾ അത്രയും താമസിച്ചതിൽ ആദ്യമേ തന്നെ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. നഗരസഭ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് സപ്ലൈ ഓഫീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതും, അതിലുപരിയായി താലൂക്ക് സപ്ലൈ ഓഫീസർ TSO ഞങ്ങളുമായി എന്നും വലിയ ബന്ധമുള്ളവരാണ്. ഞാൻ നഗരസഭാ കൗൺസിലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ സമൂഹവുമായി ഇവിടെ കൂടിയിരിക്കുന്ന നേതാക്കന്മാരെയും ജനങ്ങളെയും കാണുമ്പോൾ നമുക്കറിയാം സമൂഹവുമായി വലിയ ഒരു ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മാത്രമല്ല സമൂഹവുമായി ഒട്ടനവധി കാര്യങ്ങൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ എന്ന് പറയുന്നത്. നമുക്കറിയാം ബഹുമാന്യനായ ഇപ്പോൾ ഇന്ന് വിരമിക്കുന്ന വിജയകുമാർ സാർ 29 വർഷക്കാലത്തെ സുദീർഘമായ സേവനമനുഷ്ഠിച്ച് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ആവുകയാണ്. അതിലേതാണ്ട് 1 വർഷക്കാലം മാത്രമേ ചെങ്ങന്നൂരിൽ സേവനമനുഷ്ഠിക്കാൻ പറ്റിയുള്ളൂ എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഊഹം പറഞ്ഞതാണ്. ഈ 1 വർഷം കൊണ്ട് 1 വർഷമല്ല, ഒരു 10 വർഷമായി ചെങ്ങന്നൂരിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ പോലാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം YMCA വെച്ചൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഇടപെടി, അദ്ദേഹം പൊതുവിഭാഗവും പൊതുജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ആ ബന്ധം എനിക്ക് വളരെയധികം മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി നഗരസഭാ കൗൺസിലുണ്ട്. ഞങ്ങൾക്ക് 2000 ആണ്ട് മുതൽ നഗരസഭാ കൗൺസിലുണ്ട്. മാറി മാറി വരുന്ന സപ്ലൈ ഓഫീസറുമായി നല്ല ബന്ധമാണ്. ഞാൻ ഇതിനു മുമ്പിരുന്ന സപ്ലൈ ഓഫീസറെ ഒന്ന് കുറ്റപ്പെടുത്തി പറയുക, നല്ല ബന്ധമാണ്. അതുപോലെ നല്ലൊരു ബന്ധം ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ കാത്തു സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സപ്ലൈ ഓഫീസറിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷമാണ്. ഇത് പറയാൻ കാരണം ഇപ്പോൾ ഈ കൗൺസിൽ നിലവിൽ വന്നിട്ട് ഒരു 6 മാസക്കാലമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ വിജയകുമാർ സർ ഇവിടുത്തെ സപ്ലൈ ഓഫീസർ. അപ്പൊ ഞാൻ അന്ന് കൗൺസിലർ അല്ലെങ്കിൽ കൂടി ഇപ്പൊ 6 മാസമേ ആയുള്ളൂ. പക്ഷെ ഈ കൗൺസിൽ നിലവിലേക്ക് വരുമ്പോഴും നല്ലൊരു ബന്ധത്തിൽ കൂടിയാണ് ഈ കൗൺസിൽ നിലവിൽ വരുമ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഈ കൗൺസിലർ ആയതിനു ശേഷം വന്ന് പരിചയപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധമല്ല. അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ ചെങ്ങന്നൂരിൽ വന്നപ്പോൾ തന്നെ പരിചയപ്പെടുവാനും, കാരണം ഞാൻ കൗൺസിലർ അല്ലാതെന്ന് പറയാൻ കാരണം നഗരസഭാ കൗൺസിലർമാർ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഡിപ്പാർട്ട്മെന്റാണ്. അത് റേഷൻ കാർഡിന്റെ കാര്യത്തിലാകാം, വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാകാം. ഇങ്ങനെ പബ്ലിക്കുമായുള്ള ബന്ധത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിരന്തരമായി സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെടുന്നു. നഗരസഭാ കൗൺസിലർ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ കൗൺസിൽ ഇല്ലെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങള്, പഞ്ചായത്ത് മെമ്പർമാര്
പഞ്ചായത്ത് കമ്മിറ്റി ഇല്ലെങ്കിൽ പോലും ഓഫീസിൽ വരുമ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായി വാർഡിലെ ആളുകളുമായി സന്നദ്ധതയോടുകൂടി തയ്യാറെടുക്കുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പബ്ലിക്കുമായി പൊതുജനങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഏത് കാര്യം വന്നാലും ഒരു റേഷൻ കാർഡ് എടുക്കണമെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥർ ഇടപെടുമ്പോൾ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും, അത് ഇന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഇന്നാളുടെ ലെറ്റർ വേണം, ഇന്നാളുടെ കത്ത് വേണം, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി റേഷൻ കാർഡ് എടുക്കാൻ വരുന്ന ഒരാളെ ഒരു പേടിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ്. MLA യുടെ കത്ത് വേണം, MP യുടെ കത്ത് വേണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇത് മാത്രമല്ല, നേരിട്ട് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടത്തുമില്ല. അതൊക്കെ അക്ഷയ വഴി അപേക്ഷിച്ച് അക്ഷയ കൂടി അപേക്ഷിച്ചത് കമ്പ്യൂട്ടർ വഴി വില്ലേജ് ഓഫീസിലേക്ക് സെറ്റ് ചെയ്ത് അവിടെ നിന്നും ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി പിന്നെ കിട്ടണമെങ്കിൽ കുറെ താമസവും ഇത്ര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഒരു റേഷൻ കാർഡ് എടുക്കാൻ ഒരാൾ വരുമ്പോൾ സാധാരണ സപ്ലൈ ഓഫീസറൊക്കെ ഇത് പറയുവാൻ സന്നദ്ധതയോടുകൂടി തയ്യാറെടുക്കുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പബ്ലിക്കുമായി പൊതുജനങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഏത് കാര്യം വന്നാലും ഒരു റേഷൻ കാർഡ് എടുക്കണമെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥർ ഇടപെടുമ്പോൾ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും, അത് ഇന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഇന്നാളുടെ ലെറ്റർ വേണം, ഇന്നാളുടെ കത്ത് വേണം, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി റേഷൻ കാർഡ് എടുക്കാൻ വരുന്ന ഒരാളെ ഒരു പേടിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ്. MLA യുടെ കത്ത് വേണം, MP യുടെ കത്ത് വേണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇത് മാത്രമല്ല, നേരിട്ട് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടത്തുമില്ല. അതൊക്കെ അക്ഷയ വഴി അപേക്ഷിച്ച് അക്ഷയ കൂടി അപേക്ഷിച്ചത് കമ്പ്യൂട്ടർ വഴി വില്ലേജ് ഓഫീസിലേക്ക് സെറ്റ് ചെയ്ത് അവിടെ നിന്നും ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി പിന്നെ കിട്ടണമെങ്കിൽ കുറെ താമസവും ഇത്ര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഒരു റേഷൻ കാർഡ് എടുക്കാൻ ഒരാൾ വരുമ്പോൾ സാധാരണ സപ്ലൈ ഓഫീസറൊക്കെ ഇത് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് പ്രയാസപ്പെടുക. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഇനിയും ശരിയാക്കിക്കൊണ്ട് വരണം. കാരണം അടിസ്ഥാനപരമായ ഒരു രേഖയാണ് റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു റേഷൻ കാർഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്, ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. അത്തരത്തിലൊരു റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി, ഒരു അപേക്ഷ നൽകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അപേക്ഷ വാങ്ങുവാൻ വേണ്ടി സമീപിക്കുന്ന ആളിനെ നല്ല മൃദുസമയത്തോടുകൂടി നല്ല രീതിയിൽ ഇടപെട്ട് അവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരു റേഷൻ കാർഡ് അവരുടെ കയ്യിൽ കൊടുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നടന്നു വരുന്നു. ഇത് ഞാൻ വെറുതെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ TSO എന്ന് കടത്തി പറയാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, ഒരു അപേക്ഷ മേടിച്ച് പൂരിപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ, ബഹുമാനായ ചെയർമാന്റെ ഒരു കത്ത് തന്നാൽ മതിയല്ലോ, അത് സാരമില്ല, ബാക്കിയൊക്കെ ഞാൻ പരിശോധിച്ചോളാം, ബാക്കി റിപ്പോർട്ടുകളൊക്കെ ഞാൻ എത്തിക്കോളാം, അവർക്ക് റേഷൻ കാർഡിന് അർഹയാണ്, അവർക്ക് എത്രയും പെട്ടെന്ന് റേഷൻ കാർഡ് നമുക്ക് കൊടുക്കണം. ഇങ്ങനെയൊരു സമീപനമാണ് ബഹുമാനായ TSOയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത്രയും നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തീർച്ചയായും പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നഗരസഭാ കൗൺസിലർമാരോടും പഞ്ചായത്ത് മെമ്പർമാരോടും ഒക്കെ നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്നേഹപുരസ്സരം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്ടായുസും ദൈവത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും ഭാവുകങ്ങളും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് എല്ലാവിധമായ യാത്രാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ യാത്രയേറ്റ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലം കേരള താലൂക്ക് സമ്മേളനം എന്ന നിലയിൽ വിജയകുമാർ സാറ് പ്രവർത്തിച്ച പ്രവർത്തനം, ആ പ്രസ്ഥാനത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പൊതുജനങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലാ തരത്തിലും നമ്മുടെ ജീവനക്കാരും മറ്റുള്ളവരിലൂടെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സാറ് ഒരു നല്ല സംഘടനാ പ്രവർത്തകനായതുകൊണ്ടാണ് ഒരു നല്ലൊരു മേധാവിയായിട്ട് മാറാനായിട്ട് സാധിച്ചത്. സാറിന്റെ ആ ഒരു പുഞ്ചിരി മാത്രം മതി നമ്മുടെ വരുന്നവർ നല്ല മനസ്സോടെ തൃപ്തിയായിട്ട് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാറിന്റെ ശിഷ്ടജീവിതം ആയിരിക്കട്ടെ ആശംസിച്ചതോടൊപ്പം തന്നെ ഇനി വരുന്ന കാലം സാറിന്റെ ഈ ജീവിത കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടി ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഇടപെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊടുക്കുന്നു. ഞാൻ ചെയർമാനായിരുന്ന കാലത്താണ് TSO ഇവിടെ ചാർജ് എടുത്തത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് എനിക്ക് പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്, എങ്കിലും സമയക്കുറവൊന്നും പറയുന്നില്ല. ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേരിടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ വിജയകുമാർ സാർ. ഏതാവശ്യത്തിന് വിളിച്ചാലും നീ വിട്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് ചില ഉദ്യോഗസ്ഥർ കിട്ടുന്ന ശൈസാർ ഉൾപ്പെടെ, ശൈസാറും അതേപോലെ തന്നെയാണ്. ആൾക്കാരെ നമ്മൾ പറഞ്ഞു വിട്ടാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത പോലെ
അവർക്ക് ചെയ്യാവുന്ന സേവനങ്ങൾ മുഴുവൻ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ചെങ്ങന്നൂർ നഗരസഭയുടെ ചുറ്റുമുള്ള ഓഫീസിലെ സ്റ്റാഫുകൾ. ശിഷ്ടകാലം വിജയകുമാർ സാറിന് ദൈവം എല്ലാ നന്മകളും നേരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസിസ്റ്റന്റ് മാനേജറാണ്. ഞാനും ശ്രീ വിജയകുമാർ സാറും സർവീസിൽ ഒരുമിച്ച് കുറേ വർഷം സർവീസിൽ കയറിയവരാണ്. ഞങ്ങൾ കൊല്ലം സ്വദേശികളുമാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള പ്രാവീണ്യത്തെ പറ്റി പ്രത്യേകിച്ച് പറയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതായത് കൊല്ലത്ത് അദ്ദേഹം നല്ലൊരു പേര് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊല്ലത്തുകാർക്ക് അന്വേഷിച്ച് അറിയാം. അദ്ദേഹത്തിന് നല്ലൊരു പേര്, ജോലിയിൽ വളരെയധികം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന റേഷൻ ഇൻസ്പെക്ടറായി, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസറായി കൊല്ലത്ത് സേവനം അനുഷ്ഠിച്ച അദ്ദേഹം ഏറ്റവും നല്ലൊരു പേരെടുത്താണ് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് ചെങ്ങന്നൂരേക്ക് വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം വളരെയധികം നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു. അവരുടെ ഇവിടെ വിശിഷ്ടാതിഥിയായി നമ്മളിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ വിജയകുമാർ സാറ്, ആശംസകൾ അർപ്പിച്ച വിശ്വാസ് സാറ്, അതുപോലെ തന്നെ ഷാജഹാൻ സാറ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീകുട്ടി അയ്യാരത്ത്, JPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് വിജയകുമാർ സാറ്, നമ്മുടെ വർഗീസ് അച്ചാന്, അതുപോലെ സുശീമാർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ റവന്യൂവിലെ അതുപോലെ റിസർവ് സപ്ലൈ ഓഫീസിലെ ജീവനക്കാർ, റേഷൻ വ്യാപാരികൾ, മൊത്ത വ്യാപാരികൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എല്ലാവരും വിജയകുമാർ സാറിനെ പറ്റി വളരെയേറെ പോയിട്ട് സംസാരിച്ചു. പക്ഷേ തീർച്ചയായിട്ടും ഒരു അനുഭവമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 2005-10 എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അവസരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ താലൂക്ക് സപ്ലൈ ഓഫീസൊക്കെ ആയിട്ട് തന്നെ നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും പല ആളുകളിലെയും പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് എന്താണെന്ന് പോലും കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി ഒരു നുള്ളു പൂവിറുത്തു മാല കോർക്കാം ഒരു പുള്ളി കുയിലിനൊത്തു പൂകി നീക്കാം ഒരു വാഴ കൂമ്പിൽ നിന്നു തേൻ കുടിക്കാം ഒരു രാജ ഒരു റാണി ഒരു രാജ ഒരു റാണി ആയി പാടാം ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. യോഗാധ്യക്ഷ ഉപതാലൂക്ക് സപ്ലൈ സാർ, സുദീർഘമായ 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇത്രയും പ്രിയങ്കരനായ വിജയകുമാർ സാർ, വേദിയിലും ശാസ്ത്രീയമായി ഭൂഷിതരായിരിക്കുന്ന ഔദ്യോഗിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം. ശരിക്കും അനിവാര്യമെങ്കിലും വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് ഞാനും നിന്ന് പറയുന്ന താമസം. ശരിക്കും കഴിഞ്ഞ മെയ് മാസം 9-ാം തീയതി ഇവിടെ വന്ന് ഓഫീസ് മേധാവിയായി ചുമതലയേറ്റ വിജയകുമാർ സാറുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് റിട്ടേണിംഗ് ഓഫീസറുടെ വരണാധികാരിയുടെ ക്ലർക്ക് എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോഴാണ്. ശരിക്കും ഓരോ ദിവസവും ഗൃഹപാഠം ചെയ്തു വരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു സാർ. വളരെ ഭംഗിയായി കാര്യങ്ങളെ പറ്റി വളരെ അവധാനതയോടുകൂടി പഠിച്ച് എത്തി
വളരെ ഭംഗിയായ ഇലക്ഷൻ നിർവഹിച്ചു കഴിയുമ്പോൾ ഒരു നല്ല പങ്ക് നല്ല രീതിയിൽ ചെയ്ത ശരിക്കും നല്ല ഒരു അന്നാണ് അദ്ദേഹത്തിന് ഒരു നല്ല ഉദ്യോഗസ്ഥനെ, ഒരു നല്ല മേലധികാരിയെ, ഒരു നല്ല സുഹൃത്തിനെ ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു വ്യക്തി സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇരുന്ന സ്ഥാനത്തിന്റെ മഹിമയേക്കാൾ ഉപരി അദ്ദേഹം കടന്നുപോയ പാതകളിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന സ്മരണീയങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നീട് നമുക്ക് കാഴ്ചകളായി വരുന്നത്. അതിൽ അദ്ദേഹം വളരെ നന്നായി വിജയിച്ചിട്ടുണ്ട്. പുതിയൊരു മോഡിയം ഭാവമുള്ള സപ്ലൈ ഓഫീസർ, അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഒരു പാഠപുസ്തകമായിട്ട്, തുറന്ന പാഠപുസ്തകമായിട്ട് തന്നെ എങ്ങനെയായിരിക്കണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന പ്രിയങ്കരനായ വിജയകുമാർ സാറിന് ഒരു നല്ല ശിഷ്ട ജീവിതം, ഒരു ഔദ്യോഗികാനന്തര ജീവിതം ലഭ്യമാകട്ടെ എന്നോ തൻ്റെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടിയുള്ളൊരു ജീവിതം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതലൊന്നും ഈ വൈകിട്ട് പറയുന്നില്ല, നിർത്തുന്നു. നമസ്കാരം. നിങ്ങളുടെ വിജയകുമാർ സാറിന് നിങ്ങളുടെ ജീവനക്കാരുടെ വകയായിട്ടുള്ള വലിയ ഉപഹാരം സമർപ്പിക്കുകയാണ്. ചെയർമാൻ ശ്രീ ജോസ് നമുക്കിവിടെ ആശംസ അർപ്പിക്കാൻ എത്തിയത് പാലക്കാട് പഞ്ചായത്ത് ശ്രീ ഭാരവാഹികൾ ശ്രീ വിജയകുമാർ, മുൻ ജില്ലാ സപ്ലൈ ഓഫീസർമാരായ ശ്രീ വിശ്വനാഥൻ സാർ, ശ്രീ ഷാജാൻ സാർ, സപ്ലൈകോ ചെന്നൈയിൽ അസിസ്റ്റന്റ് മാനേജർ ശ്രീ അനിൽകുമാർ, റേഷൻ ഔട്ട്ലെറ്ററായിട്ട് റിട്ടയർഡ് റേഷൻ ഡീലേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ സജീർ നായർ വെൽക്കം. അതിൻ്റെ മറ്റ് ഭാരവാഹികളായ ശ്രീ പാട്ടനാട് വർഗീസ് ഹുസൈൻ, ബാക്കി ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് സമയം ജനിപ്പിക്കുന്നില്ല. ഇവിടെ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രദീപ് സാർ, തഹസിൽദാർ ശ്രീ സജീർ